ക്ഷേമ പെൻഷൻ ഉടനടി കൊടുത്തു തീർക്കും എന്നൊരു പ്രഖ്യാപനം കണ്ടു. അതിന്റെ കുടിശ്ശിക കൊടുക്കുന്നതിനെ കുറിച്ച് എന്താണെന്ന് അറിയാം. ആദ്യത്തെ 2 മാസം കുടിശ്ശിക ഈ വർഷം കൊടുക്കും, അടുത്ത 2 മാസം ബാക്കിയുള്ള കുടിശ്ശിക അടുത്ത വർഷം കൊടുക്കും. എന്തോ തീരുമാനമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഏതായാലും ഇങ്ങനൊരു തീരുമാനം മുഖ്യമന്ത്രി നിയമസഭയിൽ പറയുന്നതായിട്ട് മനസ്സിലായി, മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തു. ഈ പണം ഉണ്ടല്ലോ, അതായത് ഈ ക്ഷേമ പെൻഷൻ കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഇത് മാത്രം കൊണ്ട് കഴിയുന്ന ആളുകൾ ധാരാളം ഉണ്ടായി, ധാരാളമുണ്ട്. ഒന്നുമില്ല, ഇവര് ഈ നമ്മുടെ സർക്കാർ തന്നെ പിച്ചച്ചട്ടി എടുത്തുകൊണ്ട് നടക്കുക പൈസ ഇല്ലാതെ. ഈ ട്രഷറി ശൂന്യമാണ്, ഇല്ല, പൈസ ഇല്ല. ഈ സർവീസിൽ നിന്നൊക്കെ പിരിഞ്ഞു പോകുന്ന ആളുകളുണ്ടല്ലോ, സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്ത് പോകുന്ന ആളുകളുടെ അവരുടെ ആനുകൂല്യങ്ങളൊന്നും കൊടുക്കുന്നില്ല. കാരണം എന്താ? പൈസ ഇല്ല കൊടുക്കാൻ. ഏത് പണവും എടുത്ത് ചിലവാകും. ഈ അടുത്ത സമയത്ത് ഒരു കോൺട്രാക്ടർ വന്ന് എൻ്റെ അടുത്ത് പറഞ്ഞ ഒരു കാര്യമാണ്. അതായത് ജലവിതരണത്തിൻ്റെ ഒരു പദ്ധതിയാണ്. ആ പദ്ധതി സെൻട്രൽ ഗവൺമെൻറ് ഇന്ന് നല്ല എമൗണ്ട് കൊടുക്കും, സ്റ്റേറ്റ് ഗവൺമെൻറ് ചെറിയ വീതമുണ്ട്. ജലജീവൻ മിഷൻ എന്നോ ഏതാണ്ട് പറയുന്ന ഒരു സാധനമാണ്. അപ്പം അതിൻ്റെ ഒരു കോൺട്രാക്ടർ പറഞ്ഞ ഒരു കാര്യം ഞാൻ കേട്ട് ചിരിച്ചു പോയി. ആ സെൻട്രൽ ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടിയ കാശ് ഇവരെടുത്ത് പുട്ടടിച്ച് തന്ന് കേട്ടോ. ഈ പദ്ധതി വെള്ളത്തിലാണ്, ഇപ്പം ഇല്ല, നടപ്പില്ല. ആ കോൺട്രാക്ടർക്ക് കോടിക്കണക്കിന് രൂപ കിട്ടാനുണ്ട്. ഇതാണ്, ഈ രീതിയിലാണ് ഇപ്പോൾ അവരുടെയൊക്കെ അവസ്ഥ. അത് ഏത് പണം എഴുതേ കൂടെ കിട്ടിയാലും എടുക്കും, അത് എടുത്ത് ചിലവാക്കിയിരിക്കും, ഉറപ്പായിട്ട് ചിലവാക്കിയിരിക്കും. ഇനിയിപ്പോൾ വേണ്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സെൻട്രൽ ഗവൺമെൻറ്റിനെതിരെ കേസ് നടത്തി അവിടുന്ന് കാശ് ചോദിക്കുക, വാങ്ങിച്ചുകൊണ്ടിരിക്കുക. ഇതൊക്കെ ഇപ്പോൾ ചോദിക്കുന്നത് നമ്മൾ കാണുന്ന കാര്യങ്ങൾ. അപ്പോൾ അവിടുന്ന് കിട്ടുന്നത് ഒന്നും കിട്ടിയില്ല, എന്നിട്ട് അത് കിട്ടിയില്ല, ഇത് കിട്ടിയില്ല, എന്ത് പറഞ്ഞാലും കേന്ദ്ര ഗവൺമെൻറ് കൊടുക്കുന്നില്ല എന്നാണ് പറയുന്നത്. അങ്ങനെ അത് ഇവിടെ ഇവരെന്തിനാ ഭരിക്കുന്ന? കേന്ദ്ര ഗവൺമെൻറ് ഭരിച്ചാൽ പോരെ ഇവിടെ? ഇപ്പം ഇവിടെ നമുക്ക് ഈ നിർബന്ധമില്ല, ശ്രീ പിണറായി വിജയൻ തന്നെ ഭരിക്കണമെന്ന് നമുക്കൊരു നിർബന്ധമില്ലല്ലോ. സെൻട്രൽ ഗവൺമെൻറ് അങ്ങ് ഭരിച്ചാൽ പോരെ ഇവിടെ? കാരണം അവർ അങ്ങനെ അന്ന് എല്ലാം കിട്ടുമല്ലോ. ഇവരൊന്ന് രാജിവെച്ചൊഴിഞ്ഞു പോയിരുന്നെങ്കിൽ അവർ യഥാർത്ഥ പ്രസിഡന്റ് ഭരണം ഏർപ്പെടുത്തിയെന്നിരിക്കട്ടെ, അവിടുന്ന് കാശ് തരും, ഒരു പ്രശ്നവുമില്ല, എല്ലാ കാര്യങ്ങളും അവർ നോക്കിക്കോളും. അപ്പം അങ്ങനെ ഒന്ന് രക്ഷിച്ചാൽ നല്ലതായിരുന്നു. ഏതായാലും ഇങ്ങനെയൊക്കെ ഇരിക്കുമ്പോഴാണ്, അതായത് ഇതുപോലെ ഒരു വകയില്ലാതെ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് പുതിയ പരിപാടി ഒരു കേരളീയം നടത്തിയെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ഓണത്തിനോടനുബന്ധിച്ചായിരുന്നു നടത്തിക്കൊണ്ടിരുന്നത് കേട്ടോ. ഓണം അങ്ങോട്ട് കഴിഞ്ഞോണ്ടേ അതിനു വേണ്ടി ഉപയോഗിച്ച അലങ്കാരങ്ങളും ഒക്കെ തന്നെ ഉപയോഗിച്ച് ഒരു കേരളീയം അങ്ങ് നടത്തി. അപ്പോൾ ഇനിയിപ്പോൾ ഓണം ആയില്ല, അതിനുമ്പോൾ വോട്ടറുടെ തീരുമാനിച്ചു ഇപ്പോൾ കേരളീയം നടത്തണം. കോടിക്കണക്കിന് രൂപ പൊടിക്കാനാണ്. എന്ത് അനാവശ്യമാണ് കാണിക്കുന്നത് ചോദിച്ചോളൂ. ഇതുകൊണ്ട് ഇവർ എന്തെങ്കിലും നേട്ടം ഉണ്ടാക്കിയിട്ടുണ്ടോ? ഈ സംസ്ഥാനത്തിന് എന്തെങ്കിലും ഉണ്ടാക്കി തന്നിട്ടുണ്ടോ? ഇവിടുത്തെ പട്ടിണി മാറ്റാൻ എന്തെങ്കിലും നടപടി എടുത്തിട്ടുണ്ടോ? ഇവിടെ ഉദ്യോഗസ്ഥരുടെ ശമ്പളത്തിൻ്റെ, അതായത് അവർക്ക് കിട്ടാനുള്ള ആനുകൂല്യങ്ങൾ കൊടുക്കുന്നില്ല, റിട്ടയർ ചെയ്തവരുടെ കാര്യങ്ങൾ കൊടുക്കുന്നില്ല. ഇതെല്ലാം പോട്ടെ, പാവങ്ങൾക്ക് കൊടുത്തുകൊണ്ടിരുന്ന ക്ഷേമ പെൻഷൻ കേട്ടോ. അപ്പോൾ ഇന്നാള് ചോദ്യം ചോദിച്ചപ്പോൾ ക്ഷേമ പെൻഷൻ ഞങ്ങൾ ഇത് കൊടുത്തോണ്ടിരുന്നു എന്ന് മറ്റു ആളുകൾ പറഞ്ഞപ്പോൾ പറയാ, എത്ര എന്ന് വെച്ചാൽ വളരെ കുറവാണ് അവർ കൊടുത്തോണ്ടിരുന്നത്. ഇവർ കൂടുതലാണ് കൊടുക്കുന്നത്, പക്ഷെ കൊടുക്കത്തില്ല. ഇത് കൊടുക്കുന്നെങ്കിൽ മാത്രമല്ല ഉള്ളു പ്രശ്നം, കുറവിൻ്റെ കൂടുതലും. ഇവിടെ ഞങ്ങൾ ഇത്രയാണ് കൊടുക്കാൻ പറഞ്ഞു, പക്ഷെ കൊടുക്കുകയല്ല. ഇതുപോലെ ഒരു നിവൃത്തിയില്ലാത്ത മറിയക്കുട്ടിമാർ ധാരാളം പേര് നമ്മുടെ ഇവിടെ ഈ നാട്ടിൽ കഷ്ടപ്പെടുന്നുണ്ട്, അലയുന്നുണ്ട്, ഒന്നുമില്ലാതെ പൊട്ടിയ വയറുമായിട്ട്. അവർ ആഹാരമില്ല. അതുപോലെ തന്നെ ഈ സപ്ലൈകോ എന്ന് പറയുന്നത് പാവങ്ങളുടെ ഒരു അത്താണിയായിരുന്നു. യഥാർത്ഥത്തിൽ ഈ മാർക്കറ്റിൽ കമ്പോളത്തിൽ വില നിലവാരം പിടിച്ചു നിർത്താൻ പറ്റിയ ഒരു പ്രസ്ഥാനമായിരുന്നു. അത് നശിപ്പിച്ചു. അതിന് പൈസ കൊടുക്കാതെ, സാധനം വാങ്ങിച്ചവന് കാശ് കൊടുക്കാതെ അവർ കൊടുക്കില്ലല്ലോ സാധനം. അവിടെ ഒന്നുമില്ല, കുറേ പേരെ അവിടെ ഇരുത്തിയിട്ടുണ്ട്. അവർ ചൊറിയും കുത്തി അവിടെ ഇരിക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും മുഖത്ത് നോക്കിക്കൊണ്ട്. ഒന്നുമില്ല, ജോലിയില്ല. കാരണം അവിടെ ഒരു സാധനമില്ല, വിൽപ്പനയില്ല, ഒന്നുമില്ല. ഉണ്ടെങ്കിലല്ലേ വിൽക്കാൻ പറ്റുള്ളൂ. ഇതുപോലെ ഈ പ്രസ്ഥാനങ്ങളൊക്കെ നശിപ്പിച്ചു. സഹകരണ പ്രസ്ഥാനം മുഴുവൻ മുടിച്ചു ഈ രാഷ്ട്രീയം. അതാണ് കാര്യം. രാഷ്ട്രീയക്കാർ അതിനകത്തോട്ട് കയറി അപ്പോൾ പറയും മൊത്തം ഞങ്ങളല്ലെന്ന്. 90% മുടിഞ്ഞതും യഥാർത്ഥത്തിൽ ഇടതുപക്ഷ ഗവൺമെൻറ്, മാർക്സിസ്റ്റ് പാർട്ടി ഭരിക്കുന്ന കോപ്പറേറ്റീവ് സൊസൈറ്റികൾ തന്നെയാണ്. അവരുടെ ഭരണത്തിൽ അങ്ങോട്ട് കയറിയിരിക്കും. അവനെ പൈസ അങ്ങ് എഴുതിയെടുക്കുക, സ്വന്തം പേരിൽ ഇഷ്ടം പോലെ പൈസ എഴുതിയെടുക്കുക, ബന്ധുക്കൊക്കെ പേരിൽ അങ്ങ് ലോൺ കൊടുക്കുക, വഴിവിട്ട് കോടിക്കണക്കിന് രൂപയാണ് എടുത്ത് കൊടുക്കുന്നത്. അങ്ങനെ കൊടുത്ത് ഈ സഹകരണ പ്രസ്ഥാനം ഇവർ നശിപ്പിച്ചു. കരുവന്നൂർ മുതൽ തുടങ്ങിയത് നമുക്കറിയാമല്ലോ. ഇത് മുഴുവൻ നശിപ്പിച്ചു.
നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും. എത്ര പേരാണെന്നറിയോ ഇതിൽ കൊണ്ട് ഇന്ന് പൈസ ഇട്ട ആളുകൾ ഇത് എടുക്കാൻ വയ്യ നടക്കുന്നത്. കൊടുക്കുകയല്ല, തിരിച്ചു കൊടുക്കുക ഇല്ല അവിടെ. ഒന്നുമില്ല. ഒരിക്കൽ ഒരു സർക്കാർ ഉദ്യോഗസ്ഥ എനിക്ക് അവർ യഥാർത്ഥത്തിൽ എൻ്റെ കൂടെ പഠിച്ചവരാണ് പണ്ട്, എന്നെ ഇന്നാൾ വിളിച്ച് വളരെ സങ്കടപ്പെട്ട് പറഞ്ഞു, റിട്ടയർ ചെയ്തപ്പോൾ കിട്ടിയ പണമെല്ലാം പൈസ എല്ലാം കൂടെ മൊത്തം ആനുകൂല്യം കൊണ്ടുവന്ന് ഒരു കോപ്പറേറ്റീവ് ബാങ്കിലോട്ട് കൊണ്ടുവന്ന് ഇതേപോലെ അവർ വീട്ടിൽ പോയി അക്കൗണ്ട് പിടിച്ചാണ് കൊണ്ട് കൊടുത്തത്. അവസാനം എന്താണെന്നറിയോ, ഇപ്പം കേസിൻ്റെ മേളിൽ കേസുമായിട്ട് നടക്കുക. ഒരു പൈസ തിരിച്ചു കൊടുത്തിട്ടില്ല. ആ പാവത്തിൻ്റെ പ്രായമായി അവർക്കിപ്പോൾ ഏതാണ്ട് 70 വയസ്സുണ്ട്. 1 രൂപ തിരിച്ചു കൊടുത്തിട്ടില്ല, കൊടുക്കുന്നില്ല. കേസൊക്കെ വിധിയായി കിടക്കുക, ഒന്നും കൊടുക്കുന്നില്ല. ഇതാ കാര്യം. അപ്പോൾ വേറെ വല്ലവരും കൊടുക്കുമ്പോൾ അവിടെ പണം അങ്ങോട്ട് അടയ്ക്കുമ്പോൾ അതിൽ നിന്ന് കൊടുക്കാമെന്ന് എന്താ പറയുന്നത്. അപ്പോൾ ഇവർ നടന്ന് വേറെ ആളുകളെ ഇന്ന് പണം പിരിക്കണം ആ സ്ഥിതിയിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. ഈ നിക്ഷേപകർക്കൊക്കെ അങ്ങനെയാണ്. ഇനി ആ രീതി കൊണ്ട് ഇന്ന് പൈസ ഇടും. ബോധമുള്ള ആരും ഇതിനകത്ത് കൊണ്ട് ഇന്ന് കോപ്പറേറ്റീവ് ബാങ്കുകളിൽ ഇനി ഡെപ്പോസിറ്റ് ചെയ്യത്തില്ല. അതിൻ്റെ കാരണം അഴിമതിയാണ്, ധൂർത്തുമാണ് മിക്ക സ്ഥലങ്ങളിലും. ഈ രീതിയിലേക്ക് പോവാണ്. എന്ത് ചെയ്യാൻ പറ്റും? ഇത്രയും സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളപ്പോൾ ഇതുപോലെ നാശങ്ങളൊക്കെ ഉണ്ടാക്കി 5 വയസ്സുകാരെ ക്ഷേമ പെൻഷൻ കൊടുക്കാൻ മാർഗമില്ലാത്ത ഈ ഗവൺമെൻറ് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് ഈ കേരളീയം നടത്തുകയാണ്. വീണ്ടും നടത്തണം കേട്ടോ. ഇവർ നന്നാവത്തില്ല. കാരണം എന്താണെന്നറിയോ, ഞാൻ ചിന്തിക്കുന്നത് ഇവർ യഥാർത്ഥത്തിൽ മണ്ടന്മാരാണെന്നോ അതോ മണ്ടന്മാരായിട്ട് അഭിനയിക്കാമെന്നോ എന്ന് എനിക്കറിഞ്ഞൂടാ. കാരണം ഇതിൽ നിന്ന് ലാഭം ഉണ്ടാക്കാനാണെങ്കിൽ ഇത് അഭിനയമാണ്, അല്ലെങ്കിൽ ഇത് വലിയ മണ്ടത്തരം. മണ്ടന്മാർ തന്നെ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ആ മണ്ടത്തരത്തിൻ്റെ പുറത്തായിരിക്കും ഇത് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഈ ധൂർത്ത് നടത്താൻ ഇഷ്ടപ്പെടുമോ? ഇങ്ങനെ ഒരു മാമാങ്കം നടത്തി ഇത് കാണിക്കുന്നത് ചിലപ്പോൾ നമ്മുടെ ഭരണാധികാരികൾക്ക് ഇഷ്ടമായിരിക്കും. കാരണം പണച്ചെലവും ധൂർത്തും ഒക്കെ വേണമല്ലോ. സ്വന്തം കയ്യിൽ നിന്നും കാശൊന്നും പോകത്തില്ലല്ലോ. ഇത് കണ്ടവൻ്റെ പൈസയല്ലേ എടുത്തിട്ട് പെരുമാറുന്നത്. ആ രീതി കൊണ്ടായിരിക്കും. ഏതായാലും അതുകൂടെ കഴിയുമ്പോഴത്തേക്ക് മിക്കവാറും ഇപ്പം ട്രഷറിക്കകത്ത് ഇപ്പം ശൂന്യതയുള്ളൂ. ഇനി അതിനകത്തൊരു ദ്വാരം കൂടെ വീഴും.